അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടി നമ്മൾ 2-3 വീഡിയോകളിലൂടെ നമ്മൾ കണ്ടു. ഓരോ ആഴ്ചയും കേരളത്തിലെ തന്നെ പല സ്ഥലങ്ങളിലും പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് അടി കൂടുന്ന രംഗം. മിമ്പറിൽ കയറി 2 ഖത്തീബുമാർ ഒരേ സമയം ഖുതുബ ഓതുന്നു. 2 മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നു. അടിയിൽ അഥവാ മിമ്പറിന് താഴെ ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം തെറി വിളിക്കുന്നു, അടി കൂടുന്നു, കലഹമുണ്ടാക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഖുതുബ അവിടെ 2 പേര് ഗ്രൂപ്പായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ മദ്രസയിൽ നബിദിനത്തിനൊക്കെ കുട്ടികൾ ഗ്രൂപ്പ് സോങ് അല്ലെങ്കിൽ സംഘഗാനമൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അത് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, പാട്ട് പാടുന്നത്. ഇത് നേരെ വ്യത്യാസമാണ്. എന്താണ്, ഒരാളൊരു ഖുതുബ ഓതുന്നു, തൊട്ട് താഴെ അല്ലെങ്കിൽ ഒരേ സ്റ്റെപ്പുകൾ നിന്നുകൊണ്ട് വേറൊരാൾ ഖുതുബ ഓതുന്നു. ഓരോ ആഴ്ചയും ഇതുപോലെയുള്ള പല വീഡിയോകളും നമ്മൾ കണ്ടു. ഈ ആഴ്ച പുതിയത് റിലീസായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞായറാഴ്ചയായി ഉണ്ടെങ്കിൽ അത് റിലീസാകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുമ്പത്തെ ആഴ്ചയൊക്കെ കിട്ടി പല സ്ഥലങ്ങളിലൊക്കെ, കേരളത്തിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ ധാരാളം സംഘടനകളുണ്ട്. സംഘടിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. ഖുർആനിൽ തന്നെ ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും, നിങ്ങൾ സംഘടിക്കുക, ഒരിക്കലും നിങ്ങൾ ഭിന്നിക്കരുത് എന്നൊക്കെയുള്ള ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് എങ്ങനെ സംഘടിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ ഒരു സമുദായം തന്നെ ഒറ്റക്കെട്ടായി നിൽക്കുക, അല്ലാതെ ഒരു സമുദായത്തിൽ തന്നെ 5-6 പാർട്ടികൾ അല്ലെങ്കിൽ അതിലും കൂടുതൽ പാർട്ടികൾ ഉണ്ടായാൽ അതിന് സംഘടിക്കാന്ന് പറയില്ല, അതിന് ഭിന്നിച്ച് നിൽക്കാൻ തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ സംഘടിക്കുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. സംഘടിച്ച് നിന്നാൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. പക്ഷേ ഈ സംഘടനകൾ അല്ലെങ്കിൽ സംഘടിച്ച് നിൽക്കുന്നത് വലിയ ഒരു ഭീഷണിയായിട്ട് അല്ലെങ്കിൽ സംഘടന ഒരു വലിയ ശാപമായിട്ട് നമ്മുടെ കേരളത്തിൽ മാറിയിട്ടുണ്ടോ എന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തോന്നുകയാണ്. കാരണം എന്താ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അടി സംഭവിക്കുന്നത്? ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം ഒരു പള്ളിക്കകത്ത് നിന്ന് അടി കൂടുന്ന വളരെ വേദനിപ്പിക്കുന്ന രംഗം, അല്ലെങ്കിൽ വളരെ മോശം. ഇപ്പോൾ പല ഉസ്താദുമാരും പറയാറുണ്ട്, ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവർ ഇങ്ങനെ പറഞ്ഞാൽ അവർ അത് സ്വീകരിക്കൂല, അല്ലെങ്കിൽ അവർക്കിടയിൽ അത് മോശമാണ്. ഏറ്റവും വലിയ മോശം ഇത്തരം കാര്യങ്ങളാണ്. ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ, മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം അവരുടെ പള്ളികളിൽ വെച്ച് അടി കൂടുന്നു. പള്ളി എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അന്നൽ മസാജിദിലില്ല, പള്ളികൾ അള്ളാഹിൻ്റെ ഭവനങ്ങളാണ്. മാത്രവുമല്ല, പള്ളി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കേന്ദ്രങ്ങളാണ് പള്ളികൾ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ അടി നടക്കുന്നത്. അങ്ങാടിയിൽ വെച്ച് അടി കൂടുന്നത്, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് അടി കൂടുന്നത്, റോട്ടിൽ വെച്ച് അടി കൂടുന്നത് പോലെയല്ല പള്ളിയിൽ വെച്ച് അടി കൂടുക എന്ന് പറയുന്ന ഒരു കാലം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പള്ളികൾ ഇന്നിപ്പോൾ നമ്മുടെ വീടുകൾ പോലെ തന്നെ കാണാൻ നല്ല സൗന്ദര്യമുള്ള പള്ളികളാണ്. പല പള്ളികൾക്കും, പഴയ കാലത്തെ പല പള്ളികൾക്കും ഡിസൈന് പോരാ, അല്ലെങ്കിൽ അതിന് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പല പള്ളികളും ഡിസൈനാക്കി നിർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ പള്ളിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളും ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള വളരെ മോശം കാര്യങ്ങളാണ്. പുറമെ നിന്ന് കാണുമ്പോൾ പള്ളി കാണാൻ നല്ല രസമുണ്ട്, നല്ല ലൈറ്റും ബൾബും, നല്ല മാറി മാറി പല നിറങ്ങളിൽ കത്തുന്ന ലൈറ്റുകളുണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, അകത്ത് ഫുള്ള് AC വെച്ചിട്ടുണ്ട്, നിലത്ത് നല്ല കാർപ്പറ്റുകളുണ്ട്, ഉസ്താദിൻ്റെ ഖിറാഅത്ത് നല്ല ശൈലിയുണ്ട്, നിസ്കരിക്കാൻ വരുന്ന ആളുകളൊക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ വരുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. എന്തിനധികം 5-6 ബാത്റൂം വരെ ഒരു പള്ളിയിലുണ്ട്. ഇനി അതിന് ബുദ്ധിമുട്ടി വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ അറിഞ്ഞാലോ വളരെ മോശം. വീടിൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെ തന്നെയാണല്ലോ. വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ വീട്ടിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സുഖമില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ തന്നെയാണ് പള്ളികളുടെയും അവസ്ഥ. ഇത് നമ്മുടെ കേരളത്തിലെ മിക്ക പള്ളികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പല പ്രശ്നങ്ങളും ഉണ്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഒരേ വിഭാഗത്തിൽപ്പെട്ട, ഒരേ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ തമ്മിൽ പരസ്പരം അടി കൂടാനുണ്ടായ കാരണം എന്താ? സംഘടനകൾ തന്നെയാണ്. സംഘടിച്ച് നിന്നാൽ പല നേട്ടങ്ങളും നമുക്കുണ്ട്. പക്ഷേ സംഘടന മൂത്ത് ഭ്രാന്തായാൽ അത് വലിയ ഒരു അപകടത്തിലേക്കായിരിക്കും കൊണ്ടുചെന്നത്.
വലിയ അപകടങ്ങളുണ്ടാകും. ആ അപകടത്തിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംഘടനയെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അതിൻ്റെ ലീഡർഷിപ്പ് നയിക്കുന്ന ആളുകൾക്കാണ്. ലീഡർഷിപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു സംഘടന, വലിയ ഒരു സംഘടന, ഒരുപാട് ആളുകളുള്ള ഒരു സംഘടന, ആ സംഘടനയെ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ ലീഡർഷിപ്പ് ഇരിക്കുന്ന ആൾ അതിന് യോഗ്യനായിരിക്കണം, അതിന് കഴിവുള്ള ആളായിരിക്കണം. അല്ലാതെ എന്തെങ്കിലും സംഘടനയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അത് നമ്മൾ മാറ്റി നിർത്തിയാൽ ഈ ചെറിയ ചെറിയ സംഭവങ്ങളെ ചൊല്ലിക്കൊണ്ട് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സംഘടനകളായി അവർ മാറും. അഥവാ വലിയ ഒരു സംഘടനയാണ്, ആ സംഘടനയിൽ തന്നെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ആളുകൾ ഉന്നയിക്കുമ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, നേതൃത്വം ഇത് പരിഗണിക്കുന്നില്ലെങ്കിൽ ഈ അഭിപ്രായമുള്ള, അഥവാ ഈ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ചിലപ്പോൾ 4-5 ആളുകളായിരിക്കും, അവർ സംഘടനകൾക്കുള്ളിൽ തന്നെ അവർ സംഘടിക്കാൻ തുടങ്ങും. അപ്പം എന്താവും, സംഘടനക്കകത്ത് തന്നെ ഒരുപാട് പാർട്ടികൾ രൂപം കൊള്ളും. അങ്ങനെ പാർട്ടികൾ രൂപം കൊണ്ടിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയാകും. പാർട്ടി ഒന്നാണ്, മെയിൻ പാർട്ടി ഒന്നായിരിക്കും, പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വേറെ വേറെ ചെറിയ ചെറിയ പാർട്ടികൾ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് തുടക്കത്തിലേ നമ്മൾ മുളയിലേ നുള്ളിക്കളയണം എന്ന് പറഞ്ഞതുപോലെ തുടക്കത്തിൽ തന്നെ ലീഡർമാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് സ്മൂത്തായിട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ അവരുമായി ഒന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരം കണ്ടിരുന്നെങ്കിൽ ഇത് വഷളാവില്ല. ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നേതാക്കന്മാർ കരുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പിന്നാലെ ആൾ കൂടാൻ തുടങ്ങും. കാരണം നേതൃത്വത്തിൽ നിന്നൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ ആളുകളെ കൂട്ടാൻ തുടങ്ങും. ആളുകൾ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംഘടന ഒരു ശക്തി ആർജിച്ച സംഘടനയായിട്ട് മാറും. അപ്പോൾ ഒരു നാട്ടിൽ കുറച്ച് ആളുകൾ ഇതുപോലെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തുള്ള ആളുകൾ തമ്മിൽ വൈരാഗ്യവും ആടാട്ടി നടക്കും. തുടക്കം അതാണ്. തുടക്കത്തിൽ തന്നെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് അവർ വലിയൊരു സംഘമാകും. പിന്നീട് സംഘടനയ്ക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് അവർ വലിയൊരു തലവേദനയാകും. ആ തലവേദന പിന്നീട് അടിയാകും, പ്രശ്നങ്ങളാകും, പള്ളികൾ പിടിച്ചടക്കലാകും, പള്ളി പൊളിക്കലാകും, എന്ന് വേണ്ട നാട് തന്നെ അല്ലെങ്കിൽ മഹല്ലത്ത് തന്നെ ഒരു കുട്ടിച്ചോറാക്കും. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് കഴിയാത്ത ലീഡർമാരാണ് തലപ്പത്തിരിക്കുന്നതെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കണം. അതിന് കഴിവുള്ള ആളുകൾ, യോഗ്യരായ ആളുകൾ കയറ്റിയിരുത്തണം. സംഘടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. നമ്മളെ കൊണ്ട് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് അതിന് കഴിയില്ലെങ്കിൽ മാറിക്കൊടുക്കണം. കാരണം ഇത് അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും നാട്ടിലായിരിക്കും ഇതിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഇതിൻ്റെ ഓരോരോ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിലവിൽ 3-4 പള്ളികളിലാണ് അടി നടന്നതെങ്കിൽ ഇത് ഇനി നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാകാൻ തുടങ്ങും. കാരണം എന്താ, ഇതിനെ നിയന്ത്രിക്കാൻ ആളില്ല. ഇതിനെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ, നേതാക്കന്മാർ ഇതിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇനിയും നമ്മുടെയൊക്കെ പള്ളികളിൽ ഇത് ആവർത്തിക്കും. ഇത് കൂടിക്കൂടി വരും, ഉറപ്പാണ്. ഇനി ഇത് പരിഹരിക്കാൻ തന്നെ നമ്മുടെ നാട്ടിൽ ഇനി വേറെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങേണ്ടി വരും. കാരണം ആ ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊക്കെ ഖുർആൻ പറയുന്നത് എല്ലാവരും, ഒരു സമുദായത്തിൽപ്പെട്ട എല്ലാവരും പരമാവധി ഒറ്റക്കെട്ടായി നിർത്തണമെന്നാണ്.